ഹായ്, ഞാനിപ്പോൾ വന്നതേ സൗന്ദര്യത്തെ പറ്റിയോ മുടിയെ പറ്റിയോ ഒന്നുമല്ല പറയാൻ വന്നത്. വേഗം പറഞ്ഞിട്ട് പോവാം. ഇത് കണ്ടോ, പഴയ കാലത്തെ റേഡിയോയ്ക്കുള്ള ലൈസൻസാണ് ഇത്. എൻ്റെ ഫാദറിൻ്റെ പേരിലുള്ള ലൈസൻസുകളാണ്. ഇതിൽ 1967 ആദ്യത്തെ ലൈസൻസ്. 67, 68 ഒക്കെയുള്ള ലൈസൻസാണ് എൻ്റെ ഫാദറിൻ്റെ പേരിലുള്ളതാണ്. ഇതിങ്ങനെ അടന്നൊക്കെ പോയി. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇതിലുള്ള അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാനൊന്ന് കാണിക്കാൻ വന്നതാണ്. അതിൻ്റെ കൂടെ ഇതേ പഴയ പാട്ട് പുസ്തകങ്ങളൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ അത് കണക്കിലെ കളികൾ പുസ്തകം, ഇതൊക്കെ എൻ്റെ ചെറുതിലേ ഉള്ളതാണ്. അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ വലുതാണെന്ന് തോന്നിയത്. പഴയതൊക്കെ കുറേ ഇരിപ്പുണ്ട് വേറെ. അപ്പോൾ ഇപ്പം ഞാൻ അത്യാവശ്യം ഒന്ന് കാണിക്കാൻ വന്നതാണ്. ലൈസൻസ് ഉള്ള കാലം ഉണ്ടായിരുന്നു റേഡിയോയ്ക്ക്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ റേഡിയോ ആദ്യം വന്ന സമയത്ത് ഈ പിയാനോ സ്വിച്ചുള്ള റേഡിയോയാണ്. അതിൻ്റെ അകത്ത് ഈ റേഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫാദർ ഉണ്ടാക്കിയതാണ് റേഡിയോ. പുള്ളി അത് പഠിച്ചിട്ട് പുള്ളിക്കൊരു ആശാരിയൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റാൻഡൊക്കെ വെച്ച് നല്ല ഭംഗിയുള്ള റേഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പലർക്കും കൊണ്ട് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ വീട്ടിലെ റേഡിയോ വന്നപ്പോൾ ഈ കുഞ്ഞു പാട്ടുപെട്ടിക്കകത്ത് കുഞ്ഞു മനുഷ്യരിരുന്ന് പാട്ട് പാടുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ സംസാരിക്കുന്നതൊക്കെ ഈ മനുഷ്യർ ഇതിൻ്റെ അകത്തിരിക്കുകയാണെന്നാണ് എൻ്റെ ധാരണ. ഞാൻ എന്തെല്ലാം ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടെന്നറിയാം. അതിൻ്റെ അകത്തെ കൊച്ചു മനുഷ്യർ ആഹാരം കഴിക്കാതെ വിശന്നിരിക്കുകയാണല്ലോ എന്നൊക്കെ വിഷമിച്ചിട്ടുണ്ട്. അവർ എങ്ങനെയാണ് ബാത്റൂമിൽ പോകാൻ പറ്റുമോ, അവരെ അതിൻ്റെ അകത്തിട്ട് അടച്ചേക്കുന്നത് എങ്ങനെയാണ്, അവരെപ്പോഴാണ് പുറത്തിറങ്ങി വരുന്നത്, അപ്പോൾ അവർ ഇത്രയേ ഉള്ള കുഞ്ഞു മനുഷ്യരായിരിക്കും എന്നൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. ചിന്തിച്ചെന്തെല്ലാം കൂട്ടിയിട്ടുണ്ടെന്നറിയാം കുട്ടിക്കാലത്ത്. അതൊക്കെ ഒരു കാലം. അതായത് ഞാൻ 66 അപ്പോൾ 67, 68 ആലോചിച്ച് നോക്ക്. ഈ പിയാനോ സ്വിച്ചുള്ള കറണ്ട് വീട്ടിൽ ആദ്യം വരുന്നത് ഞങ്ങളുടെ വീട്ടിലാണ്. ഡാഡി KSEB എഞ്ചിനീയറായിരുന്നു. അപ്പോൾ തിരുവല്ല ഭാഗത്തെങ്ങും കറണ്ടില്ല. എല്ലാവരും റാന്തൽ വിളക്കൊക്കെ ആയിരുന്നു ഞങ്ങൾ അന്ന്, എനിക്ക് ഓർമ്മയുണ്ട് അതൊക്കെ ഉപയോഗിക്കുന്നത് രാത്രിയിൽ. പക്ഷേ കറണ്ടൊക്കെ ആദ്യം വന്നത് തിരുവല്ലയിൽ. കറണ്ട് വന്നത് ആദ്യമായിട്ട് റേഡിയോ വന്നതൊക്കെ തിരുവല്ലയിൽ എൻ്റെ അമ്മ വീട്ടിൽ. അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ അത് പറയാൻ ഓടി വന്നതാണ് കേട്ടോ. എനിക്കങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്. ഈ പഴയതൊക്കെ കാണുമ്പോൾ അതിനോടൊരു വല്ലാത്തൊരു അട്രാക്ഷൻ. അത് എൻ്റേതായിട്ടുള്ളതോ അല്ലെ എൻ്റെ തറവാട്ടിലുള്ളതൊക്കെ ആയിരിക്കും. ചാച്ചൻ്റെ വീടിൻ്റെ തട്ടുമ്പുറത്തൊരു മുണ്ടുവെട്ടി ഇരിപ്പുണ്ട്. മുണ്ടുവെട്ടി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തെ തടി കൊണ്ടുള്ള പെട്ടി. കല്യാണമൊക്കെ കഴിയുമ്പോൾ നമ്മൾ അലമാരി മേശ കസേരയൊക്കെ കൊണ്ടുപോകുന്ന പോലെ അന്നത്തെ കാലത്ത് ഈ മുണ്ടുവെട്ടിയിൽ, അതായത് നമുക്ക് സൂട്ട് കേസിൽ സാധനം കൊണ്ടുപോകുന്നതിന് പകരം ഒരു ജോലിക്ക് ഒരാളെ തലയിൽ ചുമന്ന് വിടുന്നത് ഈ തടിയുടെ പെട്ടിയാണ്. ഇത് അത്രയും വലിയ പണ്ടത്തെ പോലെ തേക്കിൻ്റെയോ അല്ലെങ്കിൽ ഈട്ടിയുടെ ഒന്നും പെട്ടിയല്ല. വേറെ എന്തോ ഒരു സാധനത്തിൻ്റെ തടിയുടെ പെട്ടിയാണ്. അത്ര വലിയ കൂടിയൊന്നുമല്ല. ഒരു പഴയ പൊട്ടിപ്പൊളിഞ്ഞ ഒരു പെട്ടി. ആ പെട്ടിക്കകത്താണ് ഇതൊക്കെ സ്റ്റോക്ക് ചെയ്തേക്കുന്നത്. ഇങ്ങനത്തെ പുസ്തകങ്ങൾ, എൻ്റെ നിധികൾ പലതും. മക്കൾ പറയും ഇപ്പോഴത്തെ തലമുറ എന്ന് വെച്ചാൽ ഒരു 3-4 മാസം ഉപയോഗിക്കുന്ന ഡ്രസ്സ് പിന്നെ വെക്കില്ലല്ലോ. ഞാനിനി അത് എൻ്റെ കയ്യിൽ ഇതുപോലെ ഇരിക്കുന്ന എൻ്റെ മമ്മിയുടെയും ഡാഡിയുടെയൊക്കെ ഡ്രസ്സുകളൊക്കെ ഞാനിപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഉടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു 50 വർഷം പഴക്കമുള്ള സാരിയൊക്കെ ഞാനിപ്പോഴും ഉടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കൊരു ക്രേസാണ്. അത് എൻ്റെ ഒരു ബലഹീനതയാണത്, അങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത്. അടുത്ത തലമുറ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം എടുത്ത് കുഴിച്ചു മൂടി എടുത്ത് കളയോ ഉള്ളൂ. അതൊന്നും പിന്നെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇല്ല. അതൊന്നും എൻ്റെ കാലം കഴിയുന്നതോടുകൂടി ഒരുപാട് സാധനങ്ങൾ എടുത്ത് ഡിസ്പോസ് ചെയ്യണമെന്നൊക്കെയാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഒരു 60 വയസ്സാകുമ്പോൾ നമ്മൾ ഡീപ്പ് ക്ലെൻസ് ചെയ്യുമ്പോൾ ഇതെല്ലാം എടുത്ത് കളയണം. നമുക്ക് ആവശ്യമില്ലാതെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന 10 വർഷമായിട്ട് ഉപയോഗിക്കാത്ത എല്ലാ സാധനവും എടുത്ത് കളയണമെന്നാണ് ഇപ്പോഴത്തെ തിയറി. പക്ഷേ ഇതിനോടുള്ള അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇതായിരിക്കും വലിയ ആത്മാവ്. ഇതൊക്കെ എടുത്ത് കളയുമ്പോഴായിരിക്കും ഭയങ്കര സങ്കടം ഉണ്ടാകുന്നത്, ഡിപ്രഷനായി പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരും ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ.